എല്ലാ വർഷത്തെയും കൂട്ട് തന്നെ ഈ വർഷവും നമ്മൾ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ നാട്ടിലേക്ക് പോയേക്കായിരുന്നേ. വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട് കേട്ടോ നാട്ടിൽ പോയതിൽ. ഈ വർഷം ഉത്സവം വളരെ ലളിതമായിട്ടാണ് നടന്നത്. അമ്പലത്തിൽ തൊഴണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നാട്ടിൽ പോയത്. ഇത് കണ്ടോ, ഞങ്ങളുടെ നല്ല ചെറിയ തോടും അവിടുത്തെ ഇതുപോലെ തോട്ടിൽ വന്ന് കുളിക്കുകയും അതുപോലത്തെ കല്ലിൽ വന്ന് തുണിയൊക്കെ നനയ്ക്കുകയും അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. നല്ല ഭംഗിയില്ലേ ഞങ്ങളുടെ നാട് കാണാനായിട്ട്. ഇതുപോലെ ചെറിയ ചെറിയ തോടുണ്ട്. ഇതിപ്പോൾ വെള്ളം കുറവാണ്. കനാലിൽ വെള്ളം കുറഞ്ഞത് കൊണ്ട് തന്നെയും തോട്ടിലും വെള്ളം കുറവാണ്. ഇത് കനാലിൽ വെള്ളം വരുമ്പം അത്യാവശ്യം നന്നായിട്ട് മുങ്ങി കുളിക്കാൻ പാകത്തിന് വെള്ളം ഉണ്ടാവുമേ. ഞങ്ങളുടെ നാട്ടിൽ മാംഗോസ്റ്റിനൊക്കെ ഇപ്പം നട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ പൊട്ടായിട്ട് നിൽക്കുകയാണ്, വിളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഫോൺ എങ്ങോട്ട് ക്യാപ്ചർ ചെയ്താലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ തോടുകളുണ്ട്. രാവിലെയും വൈകിട്ടും ഒക്കെ രാവിലെ തോട്ടിൽ പോയി കുളിക്കുക. ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോവുക എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ലക്ഷ്യം തോട്ടിൽ പോയി കുളിക്കുക, അവിടെ തോട്ടിൽ കുറച്ച് നേരം എൻജോയ് ചെയ്യുക എന്നതാണ്. ഇതുപോലെ ചെറിയ ഇടവഴികളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് കാട്ടിൽ കൂടെ നടക്കുകയാണെന്ന്. എന്നാൽ അതല്ല, ഇത് ശരിക്കുമുള്ളൊരു വഴിയാണ്. ഇതുപോലെ ചെറുതായിട്ടൊക്കെ തെളിഞ്ഞ് കിടക്കും. അതുവഴിയൊക്കെയാണ് പോകുന്നത്. ഇതുപോലെ കുഞ്ഞു കാട്ടുപൂക്കളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ നടന്നു പോകുന്നതിൻ്റെ സീനൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ ഭംഗിയുള്ള നാടൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെന്താ പറയുക, ഞങ്ങൾ കുറേ നേരം നടന്നു. നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയി എൻജോയ് ചെയ്തു. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ.